പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് എല്ലാത്തിനും ഒരുപാട് നന്ദികൾ പറയുന്നു. നിങ്ങൾ തരുന്ന കമൻ്റൊക്കെ വായിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിയാണ്. ഇത്രയും നിങ്ങൾ സ്നേഹിക്കുന്നു എന്നതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അടിപൊളി മഴയാണ്. അത് കാരണം ചിലപ്പോൾ ഞങ്ങളുടെ സൗണ്ടിന്റെ കൂടെ ഈ മഴയുടെയും കൂടി ആയതുകൊണ്ട് നിങ്ങൾക്ക് വ്യക്തമാകുമെന്നൊന്നും അറിയത്തില്ല. പിന്നെ ഈ മഴയത്ത് നമ്മൾ എല്ലാവരും തന്നെ എന്തെങ്കിലൊക്കെ കുറയ്ക്കാൻ തോന്നിക്കല്ലേ മഴ സമയത്ത്. അപ്പൊ നമ്മളിതെന്താ കുറയ്ക്കാൻ പോകുന്നത്? എന്തെങ്കിലും ആട്ടെ. ചന്നി എന്താ നടക്കാൻ ചന്നി പറഞ്ഞേ നമ്മുടെ ബിനിച്ചേട്ടൻ ചക്ക കൊണ്ടുവന്ന് തന്നായിരുന്നു. അന്ന് ചക്ക കിട്ടിയപ്പോ തൊട്ട് തുടങ്ങിയ ചക്ക കൊണ്ട് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഉണ്ണിയപ്പം വിട്ട് ചക്ക ഉണ്ണിയപ്പം പിന്നീടാക്കി. എന്നാ ഒരു പണിയേ അലുവ ഇണക്കിട്ടായിരുന്നു. ഈ മഴയും പിടിച്ചോ? ഗ്യാസ് നമുക്കൊന്ന് നോക്കാം. ചക്ക അലുവ ചെയ്തിട്ടില്ല. നമുക്കൊന്ന് നോക്കാം. അതാ മറ്റേ പീസ് പോലെ എന്തെങ്കിലും ഇണക്കിത്താ. നമുക്ക് എന്താണെങ്കിലും നമുക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയൊക്കെ വരുമെന്നറിയാൻ മേല. ശരണ്യ ഇതുവരെ ഇണക്കിയിട്ടില്ല ചക്കാലുവ ഒന്നും അല്ലേ? കഴിച്ചിട്ടുണ്ടോ? അപ്പൊ നമുക്ക് ചക്കാലുവന്റെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ കഴിച്ചിട്ടില്ല കൂട്ടുകാരെ, എല്ലാം സത്യസന്ധമായിട്ട് പറയാം. ഞാൻ കഴിച്ചിട്ടില്ല, എല്ലാം സത്യസന്ധമായിട്ട് പറയും. അപ്പൊ നമുക്ക് ചക്കലുവ കറുത്തത് വേണോ വെളുത്തത് വേണം? പഞ്ചസാര ആകുമ്പോ വെളുത്തത് കിട്ടും അല്ലേ? മഞ്ഞ കളർ കിട്ടും. എന്നാ നമുക്ക് മഞ്ഞ കളറിൽ ഇണക്കിയ അതാകുമ്പോ ശരണ്യ തിന്നും. ശർക്കര ശരണ്യ തിന്നാൻ കുറവാണ്. ശരണ്യ കഴിക്കത്തില്ലല്ലോ ശർക്കര. അപ്പൊ ഇതാകുമ്പോ ശരണ്യം കഴിക്കും. എന്നാ കൂട്ടുകാരെ ഒത്തിരി പറഞ്ഞൊന്നും നിൽക്കുന്നില്ല. നമുക്ക് അങ്ങോട്ട് പോയാലേ ചായ കുടിച്ച് പോകാം. അടുക്കളയിലായിട്ട് പോയേക്കാം. കൂട്ടുകാരെ വിളിച്ചു. ശരണ്യ എന്താണ് താങ്ങിക്കൊണ്ട് പോണത്? ചക്ക അടത്തി വെച്ചിരിക്കേ. ആണാ? ഓ, പിച്ചാത്തി കൊണ്ട് കുത്തണ്ട, ഞാൻ തുറന്നു. കൂട്ടുകാരെ അങ്ങനെ ദേ കണ്ടോ, നല്ല അടിപൊളി പഴുത്ത ചക്കയുണ്ട് അല്ലേ? പിന്നെന്താ? അപ്പൊ മിക്സിയിലിട്ട് അടിക്കാൻ പോവുകയാണ്. നല്ലതായിട്ട് അരച്ചെടുക്കണം. പായസം പോലെ അടിച്ചെടുക്കണം. നമുക്ക് തക്കാളി അല്ലെങ്കിൽ നമുക്ക് ചക്ക പായസം ഉണ്ടാക്കണം. വേണ്ട, ഇന്ന് പായസം വേണ്ട. ഇന്ന് എനിക്ക് അലുവ മതി. അരിവായ ഒളിപ്പിക്കും. ചക്ക പായസം അത് നല്ലതായിരുന്നല്ലേ? നല്ലതായിരുന്നു. പിന്നൊരു കാര്യം, നമുക്ക് പാല് നമ്മൾ ഒരു കാര്യം ഇപ്പൊ മഴയല്ലേ. എന്നാ നോക്കാം, അലുവ തന്നെ ആക്കിയേക്കാം. അലുവ മതി, അലുവ ഉറപ്പിച്ച്. അത് മതിയല്ലേ? ശരണ്യ എന്തോ ഞാനും കൂടെ സഹായിക്കട്ടെ. ഇത് അരച്ചോ? അരക്കട്ടെ. ഇങ്ങനെ അമ്മ സഹായിക്കാൻ പോവുകയാണ് നമ്മുടെ ശരണ്യനല്ലേ? പിന്നെ അരച്ചു കൊടുക്കട്ടെ. ചക്ക വേണം. എന്നാണെങ്കിലും അലുവ നല്ലതായിരിക്കണം. എനിക്ക് അത്ര ശരണ്യ എന്തോ അല്ലേ? ഇത് ചക്കയൊക്കെ അരച്ചാ? ചക്കയെല്ലാം അരച്ച് ഞാൻ പൈതൽ ഒഴിച്ചു വെച്ചു. ആണോ? പാത്രത്തിൽ ഇരിക്കുന്നു. എന്തേ? ഈ പാനിലാട്ട് ആക്കിയാ? ആക്കി. അടിപൊളിയാണല്ലോ. ഞാനങ്ങോട്ട് പോയതും കൊണ്ട് അത്രയും കാര്യം ചെയ്തു. പിന്നെ നമ്മുടെ അമ്മ എന്തിയേ? അമ്മ ഇപ്പം വരാന്ന് പറഞ്ഞ് ആരാണ്ട് സാധനം പിടിക്കാൻ വന്നിട്ടുണ്ട്. നമ്മുടെ ബേക്കറി ഐറ്റത്തിനല്ലേ? അപ്പൊ അങ്ങനെ പോയി. അപ്പൊ ഇതെന്തടിക്കാണ്? നമ്മുടെ കൂട്ടുകാരോട് പറഞ്ഞില്ല, മറന്നു പോയാ ശരണ്യ. നമ്മുടെ മൈദ കട്ടയില്ലാതെ ഒന്ന് അരച്ചെടുക്കുക. അതൊക്കെ എന്തേ നമ്മുടെ കൂട്ടുകാരോട് പറയാൻ? മറന്നുപോയി. എന്നാ പറ കൂട്ടുകാരോട്. മൈദ ഇച്ചിരി മൈദ കട്ടയില്ലാതെ നമ്മൾ ഇങ്ങനെ അതേ നമ്മുടെ അമ്മ എത്തി. അപ്പൊ അമ്മ അങ്ങനെ കലക്കി അടിക്കുകയാണ്. അപ്പൊ ഇതിനി കലക്കി എടുത്തിട്ടാണ് നമുക്ക് ഇതില് ഒഴിക്കണം. കൂട്ടുകാരെ അങ്ങനെ അതെ അമ്മ ബാക്കി കൂടി അങ്ങോട്ട് ഒഴിക്കുകയാണല്ലേ?
അപ്പൊ ശരണ്യ ഇത് മാവ് കലക്കി തീർന്നില്ല ശരണ്യ. തീർന്നു. ആഹാ ദേ വീണ്ടും മഴ വന്ന്. സൂപ്പർ മഴ പെയ്യുന്നുണ്ട്. ഓ മഴ നിന്നതായിരുന്നു, പിന്നെയും വരാൻ തുടങ്ങി. പെയ്യട്ടെ. ആഹാ ശരിക്കും ചൂടനുഭവിച്ചോണ്ടല്ലേ ആ, പെയ്യട്ടെ എന്ന് പറഞ്ഞു. പെയ്യട്ടെ. ഇപ്പൊ കൂട്ടുകാരെ അങ്ങനെ അതെ വീണ്ടും അതിലേക്ക് ഇതൊഴിച്ചെന്തിരിക്കുകയാണല്ലേ ചക്കപ്പഴം. ചക്കപ്പഴം നമ്മൾ അരച്ചിട്ട് കളയാൻ പാടില്ലല്ലോ. ആ അതെ, മൊത്തം വടിച്ചെടുക്കണ്ടേ. അതെ. കഷ്ടപ്പെട്ട് എടുക്കുന്ന നമ്മുടെ ബീൻചാട്ടം കൊണ്ട് തന്നെ ചക്കപ്പഴം അല്ലേ? അതെ അതെ അത് കളയണ ശരിയല്ലേ? ശരിയല്ല, അവര് അത്രയും ദൂരം കൊണ്ടുവരുമ്പോ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് തന്നതാ. ആ, അങ്ങനെ ശരണ്യ അത് കുറുക്കി എടുക്കാൻ തുടങ്ങിയല്ലേ ശരണ്യ? കുറുക്കി എടുക്കാൻ തുടങ്ങി. കണ്ട കൂട്ടുകാരെ നല്ല അടിപൊളിയായിട്ട് കുറുക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? കൊണ്ടിരിക്കുക, അല്ലേ? ഇങ്ങനെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുക. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇനി ശരണ്യ. നമുക്ക് ഇച്ചിരി പഞ്ചാര ഇട്ടാലോ? പഞ്ചസാര ഇടുവാ. ആ, ആഹാ. ശരണ്യയുടെ ഇഷ്ടം, ശരണ്യ ചെയ്യുന്നത് പോലെ തന്നെ എന്താണെങ്കിലും. കുറവായ കൊള്ളായാൽ ഞാൻ എന്നാലും സപ്പോർട്ടിനുണ്ട്. ഉണ്ടല്ലോ. ആ പിന്നെ ഇങ്ങനെ പരീക്ഷിച്ചല്ലേ പഠിക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം പഠിച്ചേച്ചുവാണ് എല്ലാവരും ചെയ്യണത്. അതല്ല, ഞാൻ സപ്പോർട്ടിനുണ്ട്. കുറച്ച് പഞ്ചാര ഇട്ടാ. കുടഞ്ഞിടിയാണ്. ഇച്ചിരി പഞ്ചസാരയൊക്കെ കുറച്ച് ചേർത്താൽ മതി കേട്ടാ. അതിലും പഞ്ചാര. പഞ്ചസാര അത്ര നല്ല സാധനം അല്ലെന്നാ പറയുന്നത്. അത് ഷുഗർ ഉള്ളവർക്ക്, നമുക്ക് മാത്രം വേണ്ടേ. അപ്പൊ അങ്ങനെ ഇത് ഒന്ന് സെറ്റാട്ടെ. സെറ്റ് ആകട്ടെ. ഇച്ചിരി ഏലക്കപ്പൊടി ഞാൻ ചേർക്കും കേട്ടോ, ഞാൻ പിന്നെ ചേർക്കാം. ആ ഏലക്കപ്പൊടി, നെയ്യും പിന്നെ മുന്തിരി എല്ലാം അതെ. ചേർക്കാം. കുട്ടികളെ ഇങ്ങനെ ഒരു പിഞ്ച് ഉപ്പിടാ പോലെ. ആണല്ലേ. ഇതിപ്പോ വേറൊരു കാര്യം ഉണ്ടല്ലോ, ആ, ഇത് പെട്ടെന്ന് സെറ്റ് ആവുക. സെറ്റാവും. ആണല്ലേ. സെറ്റായിട്ട് നമ്മുടെ സാധാ അലുവ സെറ്റ് ആകുന്ന ടൈം മതിയല്ലേ? ആ, മതി. ആഹാ. ഉപ്പൊന്നും അധികം കൂട്ടി ഇടണ്ട. അല്ല, മറ്റേ പ്ലാസ്റ്റിക് പോന്നില്ലേ, ആ. അതിന്റെ അടിയില ഉപ്പിട്ടപ്പോഴേ അടിയിലായിപ്പോ. അടിയിലായി പോയി. അത് കാരണം സ്റ്റീൽ സ്പൂൺ ഇട്ട് കോരിയല്ലേ. തക്കാളി കഴിയുമ്പോ ഞങ്ങൾ തിരിച്ചെടുക്കും. ശരണ്യ എന്തോ അച്ഛൻ്റെ ഉറക്കത്തിന്ന് നീറ്റ് വന്നുണ്ട്. അലുവാടെ മണം അവിടെ ചെന്ന് കാണും. അലുവാടെ മണമൊന്നും വന്നിട്ടല്ല. അച്ഛൻ നല്ല ഉറക്കമായിരുന്നു. ഞാൻ ഇത്തിരി ഉറങ്ങിയിരുന്നു. അവിടെ വന്നപ്പോ അമ്മ അവിടെ വന്നിട്ട് പറഞ്ഞു ഉറക്കം തീർന്നില്ലേന്ന് ചോദിച്ചു. അച്ഛന്റെ മുഖം കാണുമ്പോ തന്നെ അറിയാം ആ ഉറക്ക ക്ഷീണം. വേറെ ക്ഷീണമൊന്നും ഇല്ലല്ലോ അച്ഛാ? എന്താ ക്ഷീണം? അല്ല ഞാനടുത്തിന് മുഖം കണ്ടിട്ടൊരു ഞാൻ വെറുതെ ചുമ്മാ മഴയുണ്ടല്ലോ. ആ ഇതെന്താ അലുവേ? അലുവ, എന്താ അലുവ? ചക്ക അലുവ. നമ്മുടെ പറയത്തില്ലേ ചക്ക, ദേ കണ്ടാ? ബിനുച്ചേട്ടൻ കൊണ്ടുവന്ന ചക്കയുടെ അലുവ. ശരിയാ. അപ്പൊ അങ്ങനെ അല്ല അച്ഛനെ വിളിക്കാൻ പോയേച്ചു അമ്മ അവിടെ പോയിരുന്നോ? എനിക്കിങ്ങനെ പോകാറുണ്ടല്ലോ. ആ നോക്കട്ടെ കടച്ചേ. ഇപ്പൊ കൂട്ടുകാരെ അങ്ങനെ ദേ ഇതൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കഴിക്കാം. കൂട്ടുകാരെ അങ്ങനെ ദേ ശരണ്യതേ മൈദ കൂടി അതിലാട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തോണ്ടിരിക്കുകയാണ്. അതെ. അപ്പൊ ദേ നമ്മുടെ അമ്മയും വരുന്നുണ്ട് അല്ലേ? ശരണ്യ എന്തോ ഞാൻ അടിച്ചതാ. ശരണ്യ കൈ കഴുകുന്നോ കേട്ടോ? അല്ല വെളിച്ചെണ്ണയും ചേർക്കുവോ? ആ, ഇച്ചിരി വെളിച്ചെണ്ണ കൂടെ ചേർക്കുക. ആഹാ. ആ, ഇനി ഇളക്കിക്കോ. അച്ഛനെ വാങ്ങിത്തരും ശരണ്യ. അച്ഛന് കൊടുത്ത് അച്ഛനെ വാങ്ങിത്തരും സഹായിച്ചത്. അമ്മയെ നിൽക്കും, അമ്മയ്ക്കും അമ്മ അച്ഛനെ വിളിക്കാൻ പോയേച്ചു അമ്മ ആ വഴി പോയാ. അല്ല ഞാനവിടെ വെറുതെ ഇച്ചിരി നേരം ഇരുന്ന്. ആഹാ. അല്ല അത് എങ്ങനെ പാചക അച്ഛൻ ഏറ്റെടുത്ത് ആ ഉറക്കപ്പിച്ചങ്ങോട്ട് പോട്ടെ എന്ന് ഓർത്തല്ലേ ഇളക്കുമ്പോ. അവിടെ വന്ന് അമ്മ എന്നെ വിളിച്ചിട്ടുണ്ട്. അച്ഛൻ നല്ല ഉറക്കായിരുന്നു മേഡം. ആ അതെ അതെ. ശനി എന്നെ എടുക്കാൻ പോയെന്ന് ശനി. ഏലക്കപ്പൊടി നോക്കുക. ഏലക്കാപ്പൊടിയാ? ആ, അതിട്ടില്ല ഞാൻ. ഇല്ല, ആഹാ. ഏലക്കപ്പൊടി കൂടി ഇടുക. ഏലക്കാപ്പൊടി കൂടി ഇടിയണം അല്ലേ? അപ്പൊ ഏലക്കാപ്പൊടി കൂടി ഇട്ട് ഇനി ഇതൊന്ന് നെയ്യ് ഒഴിച്ചാ നെയ്യ് ഒഴിക്കാൻ ഇച്ചിരി കൂടെ ആയിട്ട് ഒഴിച്ചാൽ മതി. ഇതൊന്ന് കുറുകി വരട്ടെ എന്നിട്ടൊക്കെ നെയ്യ് ഒഴിക്കാം അല്ലേ? ആ, ഞാൻ ഇളക്കാൻ ചേട്ടാ. നിന്നോ ശരി അമ്മ ഇളക്കട്ടെ. കണ്ട ഞാനും ചെയ്യും മറന്നു. അച്ഛനെ ഇളക്കാൻ തുടങ്ങിയപ്പോ അമ്മക്കൊരു സങ്കടം. അതാണ് അല്ല ഞാനും കൂടെ ഒന്ന് സഹായിച്ചു കൊടുക്കാൻ മതി. തീ മതിയോ ശരണ്യ? തീ കുറച്ച് വെച്ച് നീ എത്ര മതി? തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് എല്ലാരും കൂടി ഇളക്കി ഒന്ന് സെറ്റാക്കി എടുക്ക് അല്ലേ? കൂട്ടുകാർ അങ്ങനെ അത് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അത് ശരണ്യ അതിലാട്ട് നെയ്യ് ഒഴിച്ചോണ്ടിരിക്കുകയാണ് അല്ലേ? ആണ്. അപ്പൊ അങ്ങനെ അതിലാട്ട് നെയ്യൊക്കെ ചേർത്ത് നെയ്യൊക്കെ ഒഴിക്കുന്നത് എന്നെ പൊന്നു പോലെയാണ്. ഇത്
ഇതിന്റെ കൈ തന്നെ നോവുക അങ്ങോട്ട് ഇച്ചിരി നെയ്യൊക്കെ പൊടി പോലെ വെച്ചെടുക്കുന്ന നെയ്യാ. നെയ്യ് അധികം ചേർക്കിയല്ലേ ശരണ്യ അല്ലേ? ഇത് അങ്ങോട്ട് വെച്ച് തന്നെ. തവി മാറ്റിയല്ലേ? ആ ഇതാണ് നയിച്ചുകൂടി നല്ല കണ്ട. ഞാൻ നെയ്യ് ശരണ്യ ദോശ ചുടാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ആഹാ. സൂക്ഷിച്ച് വെച്ചിരിക്കണല്ലേ ശരണ്യ? തീരുമാനം ആ തീരല്ലേ തീരല്ലേ. തന്നെ വെച്ച്. നിങ്ങൾ രണ്ടുപേരും പറയുമ്പോ നിങ്ങൾ പറയും കടയിൽ നെയ്യില്ല, കട തുറന്നിട്ടില്ല എന്നെല്ലാം പറയത്തില്ലേ? ആ അതിനു വേണ്ടിയാണല്ലേ? അതാണ് കാര്യല്ലേ. അതാണ് നെയ്യ് എടുക്കാത്തല്ലേ. ഇതുപോലെ നമ്മൾ പറഞ്ഞില്ലേ നെയ്യ് ഇപ്പൊ നിർത്തിയിരിക്കുകയാണ്. ആ അതെ. വർത്താനം പറഞ്ഞുകൊണ്ട് വരുമ്പോ സെറ്റായി. അല്ല അതില്ല അതില്ല. കണ്ട നല്ല ഇതായല്ലേ? ഓരോന്നും വിട്ട് കിട്ടി. ആ ഇപ്പൊ നെയ്യൊക്കെ ഉണ്ട് കേട്ടോ ഇതില് അല്ലേ? കൈവശയിൽ പോയതാ. ആ അതെ അതെ അതെ. കൈവശയിൽ പിന്നെ നെയ്ച്ച് കൂടിപ്പോയതല്ലേ. അതെന്നാണ് ശരണ്യ? ആഹാ അത് വിടണോ? മുന്തിരിയൊക്കെ ഇട്ടാ? ആഹാ അടിപൊളി. നല്ല വെയിലുണ്ടല്ലോ പുറത്ത്. ചെന്ന് കൊല്ലാണ്. ചെന്ന് കൊള്ളാണ്. ആ ഞങ്ങൾ ചെന്ന് കൊല്ലുന്നു. അല്ല വേറൊരു കാര്യമുണ്ട്, സമാധാനായല്ലോ. അതെ കൂട്ടുകാരെ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ മറന്നു. എന്താണ് അങ്ങോട്ട് നോക്കി പറയുന്നത്? അമ്മ അവിടെ നിന്ന് എന്തോ പറയുന്നുണ്ടല്ലേ? പിന്നെ ആ അച്ഛൻ പറഞ്ഞു. അമ്മനെ പറ്റി ചൂട് കൂടുതൽ അമ്മക്കാരിക്കും. ആ എന്താണെന്ന് അറിയാവോ ശരണ്യ നോക്കിയത്? അമ്മ എന്തോ ചവച്ചണ്ടിരിക്കുകയാണ്. അണ്ടിപ്പരിപ്പ്. അതാണ് ശരണ്യ തിരിഞ്ഞു നോക്കിയത്. പിന്നെ കൂട്ടുകാരെ ഒരു സാധനം കാണിച്ചു തരാൻ നമ്മുടെ ബിനുച്ചേട്ടൻ മേടിച്ചുകൊണ്ട് വന്ന് തന്ന നമ്മുടെ ബിരിയാണി പോട്ട് അല്ലേ? അത് മാത്രല്ല സ്വർണ്ണത്തവിയുണ്ട്. അതുപോലെ നമ്മുടെ മമ്മ മേടിച്ച ബിരിയാണി പോട്ട് ഇരിപ്പുണ്ട്. ആ നീല അതാണ്. ഇത് ബിനിച്ചേട്ടൻ മേടിച്ചത്. പിന്നെ അതുകൂടാതെ സ്വർണ്ണത്തവി, നമ്മുടെ സ്വർണ്ണത്തവിയാണ് ഇത് കണ്ട. അതെ അതെ അതൊന്ന് എടുത്ത് കാണിച്ചു കൊടുത്ത ശരണ്യാക്ക്. ആ അതെ അച്ഛൻ എടുക്കണുണ്ട്. നമ്മുടെ കൂട്ടുകാർക്ക് നമ്മുടെ ബിനുച്ചേട്ടൻ മേടിച്ചു തന്ന സ്വർണ്ണ സ്പൂണ് ഒന്ന് മറിച്ചും തിരിച്ചൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. താഴെ വെച്ച സ്വർണ്ണ സ്പൂണ് അല്ലേ? അപ്പൊ നമ്മള് ഈ ചക്ക സെറ്റായത് ഇതിലായിട്ട് വെക്കാൻ പോവുകയാണ് അല്ലേ? അപ്പൊ അതേ കണ്ട എല്ലാരും അങ്ങനെ കാത്തു നിക്കുകയാണ്. അങ്ങനെ അത് വെക്കുകയാണ്. അങ്ങനെ ഇതിന് എന്നാ ഒന്ന് പരത്തി കൊടുക്കണം അല്ലേ? നമ്മളെ ടേപ്പ് പോലെ എടുത്തോണ്ട് വന്നിട്ട് ടേപ്പ് പോലെ റെഡിയാക്കണുണ്ട്. കുറച്ച് സമയം മതി, പെട്ടെന്നായി. പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം. പഴുത്ത ചക്കയാകണമെന്നേ ഉള്ളൂ കൂട്ടുകാരെ. അപ്പൊ ഇത് നെയ്യൊക്കെ വീണ്ടും അതിലാട്ട് ശരണ്യ ഒഴിച്ചിട്ടുണ്ടല്ലേ? അപ്പൊ അങ്ങനെ നെയ്യൊക്കെ ചേർത്ത് ഇത് വീണ്ടും ഇങ്ങനെ ഒന്ന് തേച്ച് പിടിപ്പിച്ചോണ്ടിരിക്കുകയാണല്ലേ? എന്നിട്ട് വേണം നമുക്ക് ബാക്കി അണ്ടിപ്പരിപ്പൊക്കെ ചേർക്കാൻ. അങ്ങനെ അച്ഛനും അമ്മയും ശരണ്യും എല്ലാരും കൂടി ഇത് വീണ്ടും അതുമേ ഡിസൈൻ ചെയ്തോണ്ടിരിക്കുകയാണ്. മുന്തിരി ചേർത്തിട്ടുണ്ട്. ഇനി അണ്ടിപ്പരിപ്പ് അങ്ങനെ അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തോണ്ടിരിക്കുകയാണ്. കിട്ടോ
ഇനി ഇത് എന്തോരം നേരം ഇരിക്കണം? കുറച്ചു നേരം ഇരിക്കണം. ഇത് ആണോ? ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഇരിക്കില്ല തന്നെ അതിൽ കൂടെ ഇരിക്കണം. പോണിട്ട് വരുമ്പോ എന്നെക്കാട്ടും കൂടുതൽ അറിവുള്ള ആൾക്കാരല്ലേ? അതുപോലെ തന്നെയാണ് അലുവാക്കണം അത് എന്നെ അത് ശരിയാണ് സാറിന് പറഞ്ഞത് ശരിയാണ് പ്രായത്തിൽ പ്രായത്തിൽ അതെ അതെ അതെ. പറഞ്ഞത് സത്യം ഞാൻ ഒന്നും പറഞ്ഞു അപ്പൊ ഇതൊന്ന് സെറ്റ് ആകട്ടെ കൂട്ടുകാരെ, എന്നിട്ടൊക്കെ നമുക്കിത് കാണിച്ചു. ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോ ഞാനും അമ്മയും അങ്ങോട്ട് പോകും. ഈ അണ്ടിപ്പരിപ്പ് വെച്ച് ഇവിടെ കാണണം. ഇതിപ്പോ കൊടുത്തതാണ് ഇവിടെ പോവാൻ. നടന്നു പോവാൻ കാലും കൈയൊന്നും ഇല്ല. അപ്പൊ ഇതൊന്ന് സെറ്റ് ആകട്ടെ അല്ലേ? അപ്പൊ കൂട്ടുകാരെ സെറ്റ് ആയിട്ടുണ്ട്. അതെ മക്കളെ ഇതിപ്പോ നമ്മള് അലുവ കണക്കിന് സെറ്റ് ആയിട്ടുണ്ട്. തന്നെ നല്ല അതെ അതെ ഭംഗിയുണ്ട്. അതെ. അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കണം. നോക്കണം. ഇത് അപ്പൊ ഇത് നമ്മുടെ ശരണ്യ മുറിക്കാൻ പോവുകയാണ്. കട്ട് ചെയ്യാൻ പോയി. അതെ ശരണ്യ കട്ട് ചെയ്ത് ശരണ്യ തന്നെ അല്ല അച്ഛൻ മുറിക്കട്ടെ. അല്ല അല്ല ശരണ്യ അല്ല കട്ട്. ശരണ്യ അമ്മ മുറിക്കട്ടെ. വേണ്ട ശരണ്യ മുറിച്ചാ. അല്ല ശരണ്യ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മുറിക്കലിന് അല്ല പേര് എല്ലാം പാചകവും ശരണ്യാണ് ചെയ്യണത്. ഞങ്ങളുടെ മനസ്സ് സന്തോഷിക്കുന്നത് ശരണ്യ ചെയ്യുമ്പോൾ എല്ലാം സന്തോഷമായി. അതാണ് ഞങ്ങളുടെ സന്തോഷം. അപ്പൊ ശരണ്യ മാള് തന്നെ ചെയ്യും. അപ്പൊ ഇത് ഞങ്ങള് തിരിച്ചിടാൻ പോവാ. തിരിച്ചിടാം. ട്രെയിനാണ് പറഞ്ഞത്. അതെ അതെ. മുറിക്കണമല്ല അപ്പൊ എടുക്കണ്ടേ. അങ്ങനെ കൂട്ടുകാരെ നല്ല അടിപൊളിയായിട്ടാണല്ലേ, നല്ല ഭംഗിയൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ടാകണം. കാരണം അതിന്റെ സ്മെല്ലൊക്കെ അടിപൊളിയാണ്. ടെക്നിക്കൊക്കെ ശരണ്യയുടെ ഉണ്ട്. ഒരു വാഴയിലൊക്കെ വെച്ചിട്ടാണല്ലോ നമ്മളന്ന് അത് സെറ്റ് ചെയ്തത്. ഇത് ശരണ്യ കൂട്ടുകാരുടെ വാഴയിലയുടെ പടാണല്ലേ. ഇവിടെ അണ്ടിപ്പരിപ്പ് കൂട്ടുകാരെ അതെ വാഴയിലയുടെ അതേ രീതിക്ക് വെച്ചിരിക്കുകയാണ്. ഞാൻ കമത്തിരുന്ന ഞാൻ ഇങ്ങനെ എടുക്കാം എന്നിട്ട് നോക്കുന്ന അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? തന്നെ കട്ട് ചെയ്യാൻ സമ്മതിച്ചു. അപ്പൊ ശരണ്യ തന്നെ കട്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ തീരുമാനിച്ചു. അപ്പൊ ഇനി നമുക്ക് ജൂലൈ 10 ഒക്കെ ചെയ്യണ്ടേ, ഇതുപോലെ കട്ട് ചെയ്യണ്ടേ? അല്ലേ എനിക്ക് ഇച്ചിരി എന്നാ കട്ട് ചെയ്ത് കുറച്ചതാ. എനിക്ക് ഇത്ര അങ്ങോട്ട് ഒന്നിച്ച് കഴിക്കാൻ പറ്റത്തില്ല. അല്ല മുന്തിരിങ്ങ എനിക്ക് എന്താ മുന്തിരിങ്ങ എടുത്തിട്ട് വേണ്ടെന്ന് പറഞ്ഞാലും കണ്ട മക്കളെ ആ മുന്തിരി തന്നെ നോക്കി തന്നെ അമ്മയ്ക്കും കൊടുത്ത്. അപ്പൊ മക്കളെ ഇതിന്റെ ആ ഒരു ടേസ്റ്റ് അറിയാൻ വേണ്ടിയാണ്. അപ്പൊ അങ്ങനെ ടേസ്റ്റ് നമുക്ക് ഉണ്ടെങ്കിൽ നിങ്ങളും അതിനകത്ത് പരീക്ഷിച്ച് നോക്കണം. അതെ. അപ്പൊ കൂട്ടുകാരോട് പറഞ്ഞല്ലേ ശരണ്യ ഇതിന്റെ ഇടക്ക് അച്ഛനോടും അമ്മയോടും വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നതിന്റെ ഇടക്ക് പറഞ്ഞ് കൂട്ടുകാരെ എല്ലാരും പോയി നമുക്ക് ഒന്നിച്ച് എങ്ങനെയുണ്ട് ശരണ്യ? നല്ല ഇഷ്ടപ്പെട്ട്. ഇതിന് എന്ത് ടേസ്റ്റാ തോന്നിക്കുന്നത്? പൈനാപ്പിൾ ചക്ക ഇല്ലേ അതിന്റെ ടേസ്റ്റ് എനിക്ക് തോന്നിച്ചു. അങ്ങനെ അല്ലേ? ചക്ക ഇത് സാധാരണ പ്ലാവും ചക്കയാണ്. പക്ഷെ പൈനാപ്പിൾ ചക്കയുടെ ടേസ്റ്റാണ് ഇപ്പൊ ഈ അലുവയ്ക്ക്. അത് നന്നായിട്ട് പഴുത്ത കൊണ്ടായിരിക്കും അല്ലേ? ആണല്ലേ? അപ്പൊ കൂട്ടുകാരെ ഇതുപോലെ നിങ്ങളും ഒക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ അതുപോലെ എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് സുഖം തന്നെ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ അപ്പൊ അടുത്ത വീഡിയോക്ക് വരെ ബൈ.